ഇടാൻ ഫ്രണ്ട്സ് ഇവിടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രഷ് മീൻ കിട്ടും കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ടെസ്കോന്നൊക്കെ ഫ്രോസനും അങ്ങനത്തെ മീൻ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടെസ്കോയിൽ വന്നപ്പോൾ അവിടെ മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് നമ്മൾ മേടിച്ച് ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. അതിനുവേണ്ടി അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാം. താൽക്കാലികമാക്കി തയ്യാറാക്കിയ ടാങ്കിലാണ് മീനൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ജീവനുള്ള മീനാണ്. അതിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം ഡ്രൈൻ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഓക്സിജനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കാരണം മീൻ ചത്തുപോയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ ഞാൻ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള മീൻ അവർ പിടിച്ച് കാണിച്ചു തരും. അത് നമുക്ക് ഇഷ്ടമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേറെ സെലക്ട് ചെയ്യട്ടെ. അങ്ങനെ ആയിരുന്നിട്ട് അവിടെ. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈഫ് ഫിഷ് കൊടുക്കണത് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെസ്കോന്നൊക്കെ ഫ്രോസനാണ് മേടിക്കാറ്. അത് നമുക്ക് വലിയ ഇഷ്ടമാവില്ല, കാരണം എന്ത് മീനാണ് ഏത് മീനാണെന്ന് അറിയില്ല. ഇതിപ്പോൾ നമുക്ക് കണ്ടറിയാം, അവർ കാർപ്പൈറ്റത്തിൽപ്പെട്ട പേരൊന്നും അറിയില്ലെങ്കിലും കാർപ്പൈറ്റാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി പിടിച്ച മീനെ വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം 2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് ഓക്കെയല്ലെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാൻ എടുത്തു മീനാണ്. അപ്പോൾ മീൻ മൊത്തം ക്ലീൻ ചെയ്തെന്നാണ് വിചാരിച്ചത്, സ്കിന്നൊക്കെ കളഞ്ഞു വരുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവർ ജസ്റ്റ് അതിൻ്റെ വയറൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അകത്തെ കുടൽ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ തല കട്ട് ചെയ്ത് പോയിട്ടാണ്, നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ അവർ ലാംഗ്വേജ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു തല വേണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ കട്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ പാക്ക് ചെയ്തെടുത്ത്. അപ്പോൾ വേറെ അവിടെ ചെക്ക് ഫാമിലി മീൻ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടി നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളെല്ലാവരോടും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞിരുന്നേ. പിന്നെ റൂമിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മുട്ടൻ പണി, അതിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടി നല്ല കഷ്ടപ്പാടായിരുന്നു. ഞാനാണത് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ മാസ്റ്റർ ഷെഫ് കുഞ്ഞുട്ടൻ്റെ മീൻ കൊടുത്തു. അവൻ പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് മീനങ്ങോട്ട് മേനാക്കി എടുക്കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മസാല ഒക്കെ തേച്ച് സൂപ്പറാക്കിയിട്ട് അവൻ വെച്ചിട്ടാണ്. അതിനുശേഷം മീനിൻ്റെ അകത്ത് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ലെമണും മിൻറ്റ് ലീഫും പിന്നെ ഗാർലിക്കൊക്കെ നന്നായി ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചത്. അതിനുമുമ്പ് ഏകദേശം 3/4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നിട്ട് മീനാണ്. 3/4 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച് മീൻ എടുത്ത് വയ്ക്കുമ്പോൾ മസാല ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അങ്ങനെ പിന്നെ വേറെ അതിന് പണിയൊന്നുമില്ല. പുറത്ത് വെച്ച് ഗ്രില്ല് ചെയ്യാൻ നടക്കില്ല, നല്ല സ്നോഫോൾ കാര്യങ്ങളുണ്ട്. അപ്പം അകത്ത് ഓവനിൽ തന്നെ കയറ്റാന്ന് വിചാരിച്ചിട്ടാ നേരെ കൊണ്ട് ഓവനിൽ കയറ്റി. ഏകദേശം ഇവിടെ ഒരു 3/4 മണിക്കൂർ തന്നെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ എടുത്ത് നോക്കിയപ്പോൾ മീൻ നല്ല പക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടെ നമ്മൾ 2 പ്രാവശ്യം തിരിച്ചിട്ടിരുന്നു മീൻ. പിന്നെ എടുത്ത് നോക്കി, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെറിയ ബീറൊക്കെ വാങ്ങിച്ച് റൂമിൽ ഇരുന്ന്. അപ്പം മീനിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ എല്ലാവരും സൂപ്പർ എന്നുണ്ട് പറഞ്ഞത്. കുഞ്ഞുട്ടിൻ്റെ മസാലയുടെ പ്രത്യേകത ആണോ അതോ നമ്മുടെ മീനിൻ്റെ പ്രത്യേകത ആണെന്ന് അറിയില്ല. എന്തായാലും മീൻ പൊളിച്ച്. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും കൊടുത്തിരുന്നു മീൻ. എല്ലാവരും സൂപ്പർ എന്നാണ് പറഞ്ഞത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.